വീടിൻ വിളക്കു വീട്ടമ്മ. തത്തിത്തരികിട ധളാങ്കുതരികിട അത്തിമരത്തിൽ തത്തി തത്തി തത്ത കൊത്തി താളം കൊട്ടി തപ്പോ തരികിടതോ തപ്പോ തപ്പോ താളം കൊട്ട് തഞ്ചത്തിൽ താളത്തിൽ താളം കൊട്ട് അമ്മേ അമ്മേ ചൊല്ലി തന്നാട്ടെ താരാട്ടുപാട്ടിന്റെ ഈണം. തഞ്ചത്തിൽ താളത്തിൽ താളം കൊട്ട് താരാട്ടുപാട്ടിന്റെ താളം കൊട്ട്. താരാട്ടുപാട്ടിന്റെ ഈണം ത്യാഗസമ്പൂർണ്ണ സ്വരൂപം നീട്ടിയ നെയ്ത്തിരി നാളം വീടിൻ വിളക്കു വീട്ടമ്മ. വീടിൻ വിളക്കു വീട്ടമ്മ. തപ്പോ തപ്പോ താളം കൊട്ട് തഞ്ചത്തിൽ താളത്തിൽ താളം കൊട്ട് അമ്മേ അമ്മേ ചൊല്ലി തന്നാട്ടെ താരാട്ടുപാട്ടിന്റെ ഈണം. തഞ്ചത്തിൽ താളത്തിൽ താളം കൊട്ട് താരാട്ടുപാട്ടിന്റെ താളം കൊട്ട്. എങ്ങും നിറഞ്ഞു ജ്വലിക്കും കാലകർമ്മക്കരുത്തിൻ ഹിമാദ്രി. സർവം സഹിക്കും ധരിത്രി നന്മ തിങ്ങും വിളക്കു വീട്ടമ്മ. നന്മ തിങ്ങും വിളക്കു വീട്ടമ്മ. തപ്പോ തപ്പോ താളം കൊട്ട് തഞ്ചത്തിൽ താളത്തിൽ താളം കൊട്ട് അമ്മേ അമ്മേ ചൊല്ലി തന്നാട്ടെ താരാട്ടുപാട്ടിന്റെ ഈണം. തഞ്ചത്തിൽ താളത്തിൽ താളം കൊട്ട് താരാട്ടുപാട്ടിന്റെ താളം കൊട്ട്. പ്രകൃതി വീട്ടമ്മ പ്രകൃതി വീട്ടമ്മ പൊരുളു വീട്ടമ്മ പൊരുളു വീട്ടമ്മ സഹനവും കാലവും സർവാഭിജാത്യവും സകല സമ്പൂർണ്ണ സമ്പത്തുമമ്മ. വീട്ടമ്മ വീട്ടമ്മ മലയാള മഹിമ വീട്ടമ്മ. നമ്മൾ പലപ്പോഴും കഴിക്കാറുള്ള പഴവർഗ്ഗങ്ങൾ വെറും ഒരു സ്വാദിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നതൊന്നും മാത്രമല്ല. പലപ്പോഴും ഒരു ആഹാരം എന്ന നിലയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് പഴവർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്നും പറയും. പലപ്പോഴും കൊച്ചു കുട്ടികൾക്കൊക്കെ, അതായത് കുഞ്ഞുങ്ങൾക്ക് 4-5 മാസം പ്രായമായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി തന്നെ നൽകുന്ന ഒരു സെമി സോളിഡ് ഫുഡായിട്ട് ഏത്തപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയത് നൽകാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഇതെന്നാണ് പറയുന്നത്. ഏതായാലും ഏത്തപ്പഴത്തെക്കുറിച്ച്, അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിനി പറഞ്ഞു തരുന്നു ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ, സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ അടുത്ത പങ്ക്തിയായ ഫുഡ് ആൻഡ് ഫ്രൂട്ട്സിലൂടെ. വളരെ ജനകീയമായതും എന്നാൽ ഏറെ ഔഷധ ഗുണമുള്ളതുമായ ഒരു പഴവർഗ്ഗമാണ് ഏത്തപ്പഴം. അത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. വളരെ കൂടുതൽ അന്നജം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മയും അതോടൊപ്പം ഒരു പ്ലസ് പോയിൻറ്റും എന്ന് പറയാം. കാരണം പ്രമേഹ രോഗികൾക്ക് ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ അന്നജത്തിൻ്റെ അളവ് തന്നെ ഏകദേശം 100 ഗ്രാം ഏത്തപ്പഴത്തിൽ 117 കിലോ കാലറീസ് അന്നജം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ട്. മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം അങ്ങനെയുള്ള എല്ലാത്തരം വൈറ്റമിനുകളും എല്ലാത്തരം ധാതു ലവണങ്ങളും വൈറ്റമിൻസ് കൂട്ടത്തിൽ വൈറ്റമിൻ സി, ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ എ എല്ലാം ഇതിനകത്ത് വളരെ കൂടിയ അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ പ്രമേഹ രോഗികൾ ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക. അതിന് ഒരു മാർഗ്ഗമുണ്ട്. അധികം പഴുക്കാത്ത ഏത്തപ്പഴം നോക്കി അവർ കഴിക്കുക. വളരെ റോ ആവരുത്. അതും വയറിന് ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കും, ദഹനക്കേടുണ്ടാക്കും. അപ്പോൾ ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴം നോക്കി പ്രമേഹ രോഗികൾ കഴിക്കുക.
അതോടൊപ്പം തന്നെ ഇതിന് വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, അൾസർ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് ഏത്തപ്പഴവും പാലും. വയർ വിശന്നിരിക്കാൻ പാടില്ല അൾസർ രോഗികൾക്ക്. അപ്പോൾ അവർ ഇടയ്ക്ക് ഒരു ഏത്തപ്പഴം, നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം നേരങ്ങളിൽ കഴിക്കുന്നത് അതിൻ്റെ അൾസറിൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് കുറയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ഹീലിംഗ് പവർ ഉണ്ടാക്കുകയും ചെയ്യും. വേറൊരു കാര്യം, രക്തസമ്മർദ്ദത്തിന് ഏറ്റവും നല്ലതാണ് ഏത്തപ്പഴം. അമിത രക്തസമ്മർദ്ദമുള്ളവർ, അതായത് ഹൈപ്പർടെൻസീവ് പേഷ്യൻസ്, നമ്മുടെ മരുന്നിനോടൊപ്പം തന്നെ ഏത്തപ്പഴം ഒരു മരുന്ന് പോലെ തന്നെ കഴിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഒരു ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്ന ഘടകങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഏത്തപ്പഴം നമ്മളുടെ നിത്യജീവിതത്തിലെ ഒരു ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നതും ഏത്തപ്പഴം തന്നെയാണല്ലോ. കുട്ടികൾക്കും അതുപോലെ തന്നെ വിളർച്ച, രക്തക്കുറവ്, മെലിച്ചിൽ ഇവയ്ക്കൊക്കെ ഏത്തപ്പഴവും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പണ്ടുള്ള അമ്മമാർ തന്നെ തുടർന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇക്കാര്യങ്ങൾ, ഈ അസുഖങ്ങൾക്കൊക്കെ ഈ രീതിയിൽ നമുക്ക് ഏത്തപ്പഴം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളൊക്കെ അത് ശ്രമിച്ചു നോക്കുക. സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഞങ്ങളുടെ പങ്ക്തികളെക്കുറിച്ച്, ഞങ്ങൾ പുതിയതായി അവതരിപ്പിച്ച പരിപാടികളെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ, നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആരംഭിച്ച സംഗീത പരിപാടിയായ മലയാളത്തിൻ്റെ ഉണർത്തുപാട്ട് എന്ന പരിപാടിയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ, ഒരുപക്ഷെ മലയാളിയുടെ ഉണർത്തുപാട്ടായി തന്നെ ഈ പരിപാടി മാറി എന്നുവരെയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ പരിപാടി ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പരിപാടിയാണ്, നിങ്ങൾ നിർദ്ദേശിച്ച ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പാടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈ മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിൻ്റെ വേദി. ഏതായാലും പതിവ് പോലെ നിങ്ങളുടെ കത്തുകൾക്കായി, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. തൽക്കാലം വിട പറയുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. താരാട്ടുപാട്ടിൻ്റെ ഈണം, ത്യാഗസമ്പൂർണ്ണ സ്വരൂപം, നീട്ടിയ നെയ്ത്തിരി നാളം, വീടിൻ വിളക്കു വീട്ടമ്മ, വീടിൻ വിളക്കു വീട്ടമ്മ. എങ്ങും നിറഞ്ഞു ജ്വലിക്കും കാലകർമ്മക്കരുത്തിൻ ഹിമാദ്രി, സർവം സഹിക്കും ധരിത്രി.